الحمد لله الولي الحميد أمر عباده بحفظ الفروض ونشهد أن لا إله إلا الله يفعل ما يريد ونشهد أن سيدنا محمدا خاتم المرسلين صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയായിട്ടുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രവാചക സ്നേഹം എന്ന പേരിൽ റബീഉൽ അവ്വൽ പിറന്നാൽ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ്. ആ മാസം മുഴുവനും വലിയ ആഘോഷങ്ങൾ നടത്തിവരുന്ന ചില ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ നാടുകളിൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അത് പലതും ആ പ്രവാചകനോടുള്ള ധിക്കാരമാണ് എന്നതാണ് അതിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ അത്തരം ആളുകൾ പ്രവാചകനെ സ്നേഹിക്കുന്നു, ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ ആ പ്രവാചകനോടുള്ള ബാധ്യതകൾ പലപ്പോഴും നിർവഹിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ പ്രവാചകനിൽ വലിയ ബാധ്യതകളുണ്ട്. പലപ്പോഴും അത് മറന്നുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന വിശ്വാസികളെന്നറിയപ്പെടുന്ന നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ
നമ്മൾ പോലും ആ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ എത്ര കണ്ട് പ്രവാചകന്റെ യഥാർത്ഥ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രഖ്യാപിക്കുന്നതോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ. അതാണ് നമ്മുടെ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധ്യനുമില്ല. വ അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ്. അത് കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം പോരാ. നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും നമ്മുടെ മനസ്സിൽ അത് മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആ പ്രഖ്യാപനത്തിന്റെ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം, ഈമാൻ അത് പരിപൂർണമാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഇന്ന് ചുണ്ടുകൾ കൊണ്ട് നാവുകൾ കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഉരുവിടുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പ്രവാചകന്റെ ജീവിതത്തെ എത്ര കണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിന് അനേകം ഘടകങ്ങളുണ്ട്. അതാണ് നമുക്ക് നബിയോടുള്ള ബാധ്യതകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതകളുണ്ട്. ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിന്റെ ദൂതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന് വിശ്വസിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നാണ്. അത് നമ്മൾ വിശ്വസിക്കൽ ആ പ്രവാചകനോടുള്ള ഒന്നാമത്തെ ബാധ്യതയാണ്. അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ബാധ്യതകൾ, രണ്ടാമത്തെ ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് മുഴുവൻ സത്യമാണ് എന്ന് അംഗീകരിക്കണം. പ്രവാചകൻ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ നമുക്കിഷ്ടമുള്ളത് അംഗീകരിക്കുകയും നമുക്കിഷ്ടമില്ലാത്തത് നിരാകരിക്കുകയും ചെയ്യുക എന്നതല്ല. അവിടുന്ന് എന്തൊന്ന് കൊണ്ടുവന്നോ അത് മുഴുവനും സത്യമാണ്. അതിൽ അവിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഏകദൈവ സിദ്ധാന്തം. ആ ഏകദൈവ സിദ്ധാന്തമാണ് അതിലേറ്റവും പ്രധാനമായത്. ആ ഏകദൈവത്തിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒന്നിനോടും നമ്മുടെ നേർച്ചകളും വഴിപാടുകളും നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും തേട്ടങ്ങളും വഴിപാടുകളും ഒന്നും അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികളിലേക്കും പോകാൻ പാടില്ല എന്നതാണ്. രണ്ടാമതായി പരലോക വിശ്വാസമാണ്. ആ പരലോകമുണ്ട് എന്ന് അത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നും നമ്മൾ ചെയ്യുന്നത്. ആ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും വിചാരണ ചെയ്യുന്ന ഒരു നാളുണ്ട് എന്ന അടിയുറച്ച വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ആ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിചാരണ ചെയ്യുമെന്ന
ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോന്നും റബ്ബിന്റെ മുന്നിൽ കൃത്യമായി വിചാരണയ്ക്ക് വിധേയമാകാതെ നമ്മുടെ ഒരാളുടെയും കാൽപാദങ്ങൾ റബ്ബിന്റെ മുന്നിൽ നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നമ്മൾ ചെയ്തു പോകുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അതിനനുസൃതമായ രക്ഷയും ശിക്ഷയും നാളെ പരലോകത്തുണ്ട്. നന്മ ചെയ്തവന് സ്വർഗവും തിന്മ ചെയ്തവന് നരകവും ഉണ്ട് എന്ന ആ പ്രവാചകൻ കൊണ്ടുവന്ന ആ സത്യസന്ദേശം അത് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രപഞ്ചത്തെയും മനുഷ്യനെയും സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രപഞ്ച സത്യങ്ങൾ, അതുപോലെ മനുഷ്യനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ, മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രപഞ്ച സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതചര്യയിലൂടെയും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മുഴുവനും വിശ്വസിക്കണം. അതോടൊപ്പം സംശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വങ്ങൾ, ആ തത്വങ്ങളും ആ മൂല്യങ്ങളും നമ്മൾ മുറുകെ പിടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമുണ്ടാകുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവനും സത്യമാണ് എന്ന അത് അംഗീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ എന്നാണ്. ഇങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് മുഴുവനും സത്യമാണ്. അതിൽ ഒന്നും നിഷേധിക്കേണ്ടുന്ന കാര്യമില്ല. എന്നാൽ പലപ്പോഴും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് കക്ഷികളായി നമ്മൾ കാണാൻ സാധിക്കും. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന ആളുകൾ, പരലോക വിശ്വാസം അത് വിശ്വസിക്കുന്നതിന് പകരം ആ പരലോകത്തുള്ള പല കാര്യങ്ങളെയും സിറാത്ത് പാലത്തെ നിഷേധിക്കുന്ന ആളുകൾ, അതുപോലെ പരലോകത്തുള്ള പല ശിക്ഷകളെയും നരക ശിക്ഷകളെയും സ്വർഗത്തിലെ പല കാര്യങ്ങളെയും നിഷേധിക്കുന്ന ആളുകളൊക്കെ ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരം, തന്നിഷ്ടപ്രകാരമല്ല പ്രവാചകൻ സംസാരിച്ചത്. കാരണം അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് മൂലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഹ്യിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിച്ചിട്ടുള്ളത്. അവിടുന്ന് ഒന്നും വെറുതെ സംസാരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചത് ആ ഏഴാനാകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹുവിൽ നിന്ന് പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്ത കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളൂ. ആ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടില്ല. തമാശക്ക് പോലും വെറുതെ പോലും പ്രവാചകൻ വേണ്ടാത്തൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നതാണ് പ്രവാചകന്റെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനിൽ നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ, ആ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക എന്നതാണ്. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം എന്തൊന്ന് വിരോധിച്ചിട്ടുണ്ടോ ആ വിരോധിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, ആ ഉപദേശ നിർദ്ദേശങ്ങളിൽ അത് സ്വീകരിക്കുമ്പോൾ അക്ഷരം പ്രതി സ്വീകരിക്കുവാനും അനുസരിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. സമീന വ അത്അന, അല്ലാഹു റസൂൽ പറഞ്ഞതാണോ സമീന ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് ഇത്തിബാ ചെയ്തിരിക്കുന്നു എന്ന ആ ഒരു സമീപനമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതിൽ പിന്നെ ഒരു മടി ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ, എന്താണ് ഇങ്ങനെ ആയിക്കൂടാത്തത് എന്നൊരു ചോദ്യം വിശ്വാസികളെ സംബന്ധിച്ചുണ്ടാകാൻ പാടില്ല എന്നതാണ്. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ഒന്നുപോലും നിഷേധിക്കുവാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദ്ദേഹത്തോടുള്ള അനുസരണം എന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം എന്നത് ഫഖദ് അതാ അല്ലാഹ്, അല്ലാഹുവിനോടുള്ള അനുസരണമാണ്. പ്രവാചകൻ അനുസരിക്കുന്നതിലൂടെ അല്ലാഹുവിനെയാണ് അനുസരിക്കുന്നത്. ആരെങ്കിലും പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ
അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിനോടാണ് അനുസരണക്കേട് കാണിക്കുന്നത് എന്നാണ്. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇذനില്ലാ, അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. നമ്മുടെ ഉത്തരവാദിത്തം എന്നത് ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക, ആ പ്രവാചകനെ അനുസരിക്കുക എന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത, ഉത്തരവാദിത്തം അതാണ് എന്നതാണ്. വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ആ പ്രവാചകൻ ഏതൊരു കാര്യം കൊണ്ടുവന്നുവോ ആ കാര്യം അതുപോലെ അനുസരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ഉത്തമമായ മാതൃക നമുക്കുണ്ട് എന്നതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ യൗമൽ ആഖിറ وذكر الله كثيرا لقد كان لكم في رسول الله أسوة حسنة. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ഹസനത്തായ ഉത്തമമായ മാതൃക പ്രവാചകനിലുണ്ട്. ആ പ്രവാചകനിൽ അനുസരിക്കപ്പെടാൻ ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. ആ പ്രവാചകന്റെ മാതൃക ഇല്ലാത്ത മറ്റൊരു മാതൃകയും പലപ്പോഴും നമ്മൾ ആളുകളൊക്കെ മാതൃകയാക്കുന്ന ആളുകൾ ഏതെങ്കിലും സിനിമ നടന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് താരങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് പലപ്പോഴും മാതൃകയാക്കുന്നത്. വേഷവിധാനങ്ങളിൽ, മുടിവെട്ടുന്ന രീതിയിൽ, വസ്ത്രത്തിൽ, സംസാരത്തിൽ, നടത്തത്തിൽ, ഇങ്ങനെ അവരെ അനുകരിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മ്ലേച്ഛതകൾ നിറഞ്ഞ ചീത്തയായ മദ്യത്തിന്റെയും വ്യഭിചാരത്തിന്റെയും അതിനെല്ലാം അടിമപ്പെട്ട്, മയക്കുമരുന്നിന്റെയൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാം നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മൾ മാതൃകയാക്കേണ്ടത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഹാദിഹിൽ ആയത്തുൽ കരീമത്തു അസ്ലുൻ കബീറുൻ ഫിത്താസി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വഅഫ്വാലിഹി വഅഹ്വാലിഹി. ഈ മഹത്തായ ആയത്ത് തന്റെ വാക്കിലും പ്രവാചകന്റെ പ്രവൃത്തിയിലും പ്രവാചകന്റെ മൗനാനുവാദങ്ങളിലും എല്ലാത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കണമെന്നതിനുള്ള വലിയ അടിസ്ഥാനപരമായ തത്വം ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് പൂർണ്ണമായ മനസ്സോടെ കീഴ്പ്പെടുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായ ഒരാൾക്കുണ്ടായിരിക്കേണ്ടത്. പൂർണ്ണമായ മനസ്സ്, ഭാഗികമായിട്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിൽ നമുക്ക് സ്വീകരിക്കാൻ മടിയുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആയിക്കൂടാ. മടി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എനിക്കിഷ്ടമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. കാരണം പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സംസാരമാണ് പ്രവാചകൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 65-ാമത്തെ വചനമാണ്. ഫലാ ഇല്ല വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും എന്നിട്ട് ആ വിധികർത്തൃത്വത്തിൽ നീ അവർക്ക് വിധി കൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കാര്യത്തിൽ ഒരു വിധി കൽപ്പിച്ചാൽ ആ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതിരിക്കുക, ആ വിഷയത്തിൽ നമുക്കൊരു വിഷമം തോന്നുക, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവൻ വിശ്വാസിയല്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ തീരുമാനത്തിന് വിരുദ്ധമായി യാതൊരു അഭിപ്രായവും നമുക്കുണ്ടാകാൻ പാടില്ല എന്നതാണ്. വീണ്ടും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിന്റെ 36-ാമത്തെ വചനം, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ലാ യുഅ്മിനൂന വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, പിന്നീട് ഒരു വിശ്വാസിയാകട്ടെ ഒരു വിശ്വാസിനിയാകട്ടെ, ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീയാകട്ടെ, അവരുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇനി ആർക്കെങ്കിലും അല്ലാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിൽ അവൻ വ്യക്തമായി വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്, ഒരു പ്രവാചക സ്നേഹം എന്നത് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആ മാസത്തിലെ 1-ാമത്തെ ദിവസം മുതൽ അവസാനം വരെ കൊണ്ടാടുക എന്നതല്ല. അതിലപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന കൊണ്ടുവന്നാൽ ആ കൽപ്പന സ്വീകരിക്കുന്ന കാര്യത്തിൽ വിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അത് പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ്. പ്രവാചകന്റെ സുന്നത്തുകൾ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ പ്രവാചകന്റെ കൽപ്പനയാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം പോയാൽ ആ ഭാഗം അല്ലെങ്കിൽ അയാൾ നരകത്തിലാണ് എന്ന് പറയുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അത് കേവലം ഒരു സുന്നത്തായ കാര്യമല്ല, നിർബന്ധമായി ചെയ്യേണ്ട കാര്യം, നരകം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഈ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ അന്നത്തെ ദിവസം നമ്മൾ റോട്ടിൽ ഇറങ്ങി നോക്കിയാൽ ഒരാളുടെ തുണിയും നിര്യാണിക്ക് മുകളിൽ ഉണ്ടാവില്ല. കേവലം പ്രകടനപരതയിൽ മാത്രം പ്രവാചക സ്നേഹം ഒതുങ്ങിക്കൂടുന്നു, പ്രവർത്തനങ്ങളിൽ ഇല്ല എന്നതാണ്. പ്രവാചകൻ സ്നേഹിക്കുന്ന മനുഷ്യന്റെ മുഖത്ത് താടിരോമങ്ങൾ കാണുന്നില്ല. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനെ പരിശോധിക്കുമ്പോൾ ഒരു സ്വഹാബത്ത് പോലും താടി വടിച്ചിരുന്നില്ല എന്നതാണ്. പല സ്വഹാബികളുടെ മുഖത്ത് 2-3 രോമങ്ങൾ മാത്രമുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരത് പ്രവാചകന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്ത് അവർ വളർത്തിയിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് പ്രവാചക സ്നേഹമാണുള്ളത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ, ഒരു കാര്യം വിധിച്ചാൽ പിന്നെ എതിരഭിപ്രായം പറയാൻ നമുക്ക് മതത്തിന്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നതാണ്. അതാണ് മതം. അതിന്റെ വേലിക്കെട്ടുണ്ട്. ആ വേലിക്കെട്ടിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണ്. ആ അതിർവരമ്പുകൾ ലംഘിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ വന്നേക്കാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ആളുകൾക്ക് ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹിം അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ആകയാൽ അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്നു ഭവിക്കുന്നുവോ അല്ലെങ്കിൽ വന്ന് വരുമോ എന്ന് അവർ
ഭയപ്പെട്ടുകൊള്ളട്ടെ, വേദനയേറിയ ശിക്ഷ ബാധിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ കരുതിയിരിക്കട്ടെ, അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നാലാമതായി ആ പ്രവാചകനുള്ള ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ നാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നു വർഗത്തിൽപ്പെട്ടവരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്നാണ്. നമ്മുടെ ബാധ്യത എന്നത് ഈ ദുനിയാവിൽ പരമാവധി നമുക്ക് അള്ളാഹു ഇട്ടു തന്ന ആയുസ്സിനെ, ആ ആയുസ് കുറെ സമ്പാദിക്കുവാനും, കുറെ ആനന്ദിക്കുവാനും, കുറെ തമാശകൾ പറയുവാനും, കുറെ കളികളിൽ ഏർപ്പെടുവാനും, ദുനിയാവിന്റെ ആ പളപ്പളപ്പിൽ ആസ്വാദനങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതല്ല. അതൊന്നും വേണ്ട എന്നല്ല. ഇസ്ലാം അനുവദിച്ച ആസ്വാദനങ്ങളും വിനോദങ്ങളും എല്ലാം ആവാം. പക്ഷേ ഇബാദത്തുകൾ മറന്നുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുന്നത് മറന്നുകൊണ്ട്, നമസ്കാരത്തിന്റെ ജമാഅത്ത് മറന്നുകൊണ്ട് ഇതൊന്നും ഏർപ്പെടാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ ദുനിയാവ് അങ്ങനെയാണ്. നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിന്റെ ഏറ്റവും പരമപ്രധാനമായ മർമ്മം എന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ വേണ്ടി മാത്രമാണ്. ആ കാര്യത്തിൽ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ദുനിയാവും പരലോകവും നമ്മുടെ മുന്നിൽ വന്നാൽ പലപ്പോഴും പരലോകത്തിന്റെ കാര്യം മാറ്റിവെച്ച് ദുനിയാവിന്റെ കാര്യം തിരഞ്ഞെടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ആളുകൾ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുകയില്ല എന്നതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതെന്ന കാര്യം പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതം കൊണ്ട് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് അള്ളാഹുവിനുള്ള മുഴുവൻ ഇബാദത്തുകളും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ആരാധനകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ, അതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതകാലം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന പാതയിലാണോ എന്നത് നമ്മൾ പരിശോധിക്കണം. അതിൽ നിന്ന് വഴിമാറിപ്പോയാൽ അത് ബിദ്അത്തിലേക്കും ഖുറാഫാത്തിലേക്കും ശിർക്കിലേക്കും വഴിമാറിപ്പോയി നരകത്തിലേക്കായിരിക്കും നമ്മൾ എത്തിപ്പെടുക. കൂലി പ്രതീക്ഷിച്ച്, സ്വർഗം പ്രതീക്ഷിച്ച് ചെയ്യുന്നത് അവസാനം എത്തിപ്പെടുന്നത് നരകത്തിലായിരിക്കുമെന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. ആ പ്രവാചകനെ പൂർണ്ണമായും അനുസരിക്കുന്ന, ഇത്തിബാഅ് ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകനോടുള്ള ബാധ്യതകൾ 4 നമ്മൾ പറഞ്ഞത്. 5-ാമതായി നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതാണ്. ഒരു സത്യവിശ്വാസിക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവർ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ പരിപൂർണമായ വിശ്വാസിയാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി,
നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും വവലദിഹി നിങ്ങളുടെ സന്താനങ്ങളെക്കാളും വന്നാസി അജ്മഈൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങളെ പ്രവാചകനെയായിരിക്കണം നിങ്ങൾക്ക് പ്രിയമുണ്ടായിരിക്കേണ്ടത്, സ്നേഹമുണ്ടായിരിക്കേണ്ടത് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔല الناس ബിഹി ഫി الدنيا والآخിറ ഇഖ്റഹു ഇൻ ശിഅ്തും النبي أولى بالمؤمنين من أنفسهم النبي أولى بالمؤمنين من أنفسهم എന്ന ആയത്ത് ഓതിക്കൊണ്ട് പ്രവാചകൻ പറയാണ്, സത്യവിശ്വാസികളുമായി ആ പ്രവാചകന് അവരുടെ ശരീരത്തേക്കാൾ ബന്ധമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് നമ്മോടുള്ള ബന്ധം നമ്മുടെ ശരീരത്തേക്കാൾ ബന്ധം പ്രവാചകന് നമ്മോടുണ്ട്. കാരണം ഇഹത്തിലും പരത്തിലും ഒരു സത്യവിശ്വാസിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ്. വഅന ഔലൻ നാസ്, ഞാനാണ്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണം എന്താണ്? ആ പ്രവാചകൻ നമ്മോട് ഇഹത്തിലും ദുനിയാവിലും പരലോകത്തിലും അല്ലാഹു റസൂൽ നമ്മോടാണ് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ സ്വർഗം കിട്ടേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു പോയിട്ടുണ്ട് പ്രവാചകൻ. നമുക്ക് നരകം കിട്ടരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം. ഒരാളും പ്രവാചകന്റെ ഉമ്മത്തിലെ ഒരാളും നരകത്തിലേക്ക് പോകരുത് എന്ന ആ ഒരു അതിയായ സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന്റെ ഉമ്മത്തിനോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ആ മെഴുകുതിരിയിലേക്ക് അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന പാറ്റകൾ, ആ പാറ്റകൾ അതിൽ ആ മെഴുകുതിരിയിലേക്ക് വീണ് അതിൽ ചത്തൊടുങ്ങുകയാണ്. നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, തിന്മകൾ ചെയ്ത് നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരക്കെട്ടിന് പിടിച്ച് വലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയാണ്. തിന്മ ചെയ്യല്ലേ, നന്മ ചെയ്യൂ എന്ന് പറഞ്ഞ് എല്ലാ തിന്മകളും നമുക്ക് പറഞ്ഞു തന്നു. നന്മ ഏത്, തിന്മ ഏതാണ്, സ്വർഗത്തിന്റെ വഴി ഏതാണ്, തിന്മയുടെ നരകത്തിന്റെ വഴി ഏതാണ് എന്ന് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു, കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴി കൃത്യമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള അതിയായ ഇഷ്ടം കൊണ്ടായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കാണാം. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, വഹുവ ആഖിദു ബിയദി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫഖാല ലഹു ഉമർ യാ റസൂലുള്ളാഹി അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സിഹി. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തം നഫ്സ് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഏറ്റവും പ്രിയമുള്ളത് നബിയെ അങ്ങാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു, ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഇല്ല ഇല്ല ഉമറേ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിന്റെ ശരീരത്തേക്കാൾ നീ എന്നെ സ്നേഹിക്കണം, നിന്റെ ശരീരത്തേക്കാൾ നീ എന്നെ സ്നേഹിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഈ നിമിഷം മുതൽ എന്നെക്കാളും ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ, താങ്കളുടെ വിശ്വാസം പരിപൂർണമായത് എന്നാണ്. സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ സ്വഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചു. പ്രവാചകൻ പല യുദ്ധങ്ങളിലും, ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം നമുക്ക് വിശദീകരിക്കാനുണ്ട്. എന്താണ് ഉഹദ് യുദ്ധം? ആ ഉഹദ് യുദ്ധത്തിൽ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന അമ്പുകൾ സ്വന്തം ശരീരത്തെ പരിചയാക്കി കാണിച്ച് പ്രവാചകനിലേക്ക് വരുന്ന അമ്പുകളെ
തടുത്തു നിർത്തിയ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ സ്വന്തം നഫ്സിനേക്കാൾ ആ പ്രവാചകൻ ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചു. ആ പ്രവാചകന്റെ കൽപ്പനകൾ ഒന്നുപോലും അവർ വിടാതെ അവർ ജീവിതത്തിൽ പാലിച്ചു. അവരെല്ലാം പോയ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൂടി ഓതിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ, തൗബയിലെ 24-ാമത്തെ വചനം, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ പിതാക്കളെക്കാളും നിങ്ങളുടെ പുത്രന്മാരെക്കാളും നിങ്ങളുടെ സഹോദരങ്ങളെക്കാളും നിങ്ങളുടെ ഇണകളെക്കാളും നിങ്ങളുടെ ബന്ധുക്കളെക്കാളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്തിനേക്കാളും നിങ്ങൾ നഷ്ടം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാളും നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളെക്കാളും നിങ്ങൾക്ക് അല്ലാഹു ആ ഭവനങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിനെല്ലാം അല്ലാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾക്ക് ഈ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടത് എങ്കിൽ, ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല എന്നാണ്. പലപ്പോഴും നമ്മൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, പ്രവാചകനെ അനുസരിക്കാൻ നമുക്ക് തടസ്സമായി വരുന്ന എട്ടോളം കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. നമ്മളെ ഇസ്ലാമിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇവരോടുള്ള ഹുബ്ബ്, ഇതിനോടുള്ള ഇഷ്ടങ്ങളാണ് പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് ഇതിനേക്കാളുമെല്ലാം, ദുനിയാവിനേക്കാളും ദുനിയാവിന്റെ വിഭവങ്ങളെക്കാളും എല്ലാം അള്ളാഹുവിനും റസൂലിനും പ്രാധാന്യം നൽകി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് യഥാർത്ഥ പ്രവാചക സ്നേഹമാവുകയുള്ളൂ. അതാണ് പ്രവാചകൻ അനുസരിക്കുന്ന, പ്രവാചകരോട് ഏറ്റവും ഉത്തമമായ ബാധ്യത നിർവഹിക്കുന്ന ആളുകളായി മാറാൻ സാധിക്കുകയുള്ളൂ. ഈ ബാധ്യതകൾ നിറവേറ്റുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ പ്രവാചകനോട് യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഴിമാറിയ പ്രവാചക സ്നേഹത്തിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഇഹത്തിലും പരത്തിലും നന്മ വരുത്തണ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തും മാപ്പാക്കി തരണ റഹ്മാനെ. അള്ളാഹുവേ, നാളൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണം റഹ്മാനെ. ഹതഭാഗ്യവാന്മാരായി നരകത്തിലേക്ക് പോകുന്ന ആ ഭാഗ്യം കെട്ടവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ അവരെല്ലാം ഇന്ന് കബറിലാണ്. അവരുടെ കബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. സ്വർഗപ്പൂന്തോപ്പാക്കണ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك